Yes, sir. ഈ മാലക്ക് എന്താ വില? इसका 500 rupees. 500. മൂന്നെണ്ണത്തിന്റെ അല്ല, ഒന്നിന്റെ. 500 rupees. ഇപ്പോഴല്ല 500 രൂപ പറഞ്ഞത്, പിന്നെ 1500 1500 രൂപ പറഞ്ഞെന്താ? എന്നെ കണ്ട യൂറോപ്പിലാണ് തോന്നുമെങ്കിലും ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ജനിച്ചു വന്ന ആളാണ്. ആക്കല്ലേ? No, sir. One chain, 500 rupees. ആഹാ, 1 chain 500 rupees. ഏതാ അത്? This one. പാക്ക് ചെയ്യണ്ട, അവിടെ വെച്ച്. അവിടെ തന്നെ. Sir. അത് അവിടെ തന്നെ വെച്ചേക്ക്. നല്ല ഭംഗിയല്ലേ കാണാൻ? നീ ഭംഗിയുള്ള സാധനം വേറെ ഏതുണ്ടാവും? नीचे 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 देखो. नीचे പൊറോട്ട മാവാണ്. ഇതിന് कितना രൂപ? ഇതിനൊക്കെ सब अलग अलग प्राइस है ना साहब. सब अलग अलग प्राइस है. ഒറ്റ ഇലക്കിന് പോവും. ഓ, ये दिलवाले 700 rupees. ഈ ദിൽവാലെ 700. Yeah. ഇത് ये दुल्हनिया 800. അപ്പൊ ഇതോ? ലേ ജായെങ്കിൽ ഷുവർ അല്ലേ? കോൺഫിഡന്റ്? सर ആ, ये ले लो, खूबसूरत है साहब. ലേലം വിളിച്ചതൊക്കെ ഇവിടെ കൊടുത്താൽ മതി, എനിക്ക് വേണ്ട. ചേട്ടാ ചേട്ടാ ഇവിടെ. ആ, എന്തായി? അയാള് പറഞ്ഞ് മനസ്സിലായ? ഇഞ്ചടെ ഇറക്കാൻ മനസ്സിലായില്ലല്ലേ? ഇല്ല. അത് നല്ലതാണ്, മേടിച്ചോളാൻ. ആണാ? അനിയ കുറച്ച് ഹിന്ദി സംസാരിക്കാൻ അറിയാന്ന് പറഞ്ഞ് ഷൈൻ ചെയ്യല്ലേ? എനിക്കും കുറച്ച് ഹിന്ദിയൊക്കെ അറിയാം. ഞാനും കുറെ കാലം മദ്രാസിലുണ്ടായിരുന്നു. അറിവ് കേട്ട മുണ്ടം. झुमका. ചുമക്കാനാ? അത് പുറകിലേക്കിനോട് പറഞ്ഞാൽ മതി. Yes, sir. ഇതിനെത്ര വില? 100 rupees, sir. 100. सर ये देखो, अच्छा है. Yes, sir. ആ പെർഫ്യൂം എടുത്തേ. അത് ലാസ്റ്റ് വൺ. അതെ, ഞാൻ കണ്ട്. എന്ത്? മറ്റേത് സിബിട്ടാണല്ലോ. അതിൽ വാലെ മാല ചേട്ടൻ ഇങ്ങനെ ദുൽഹാനിയായിട്ട് പോക്കറ്റിലേക്ക് ലേജായെങ്കിൽ പേടിക്കണ്ട, ഞാൻ പറയില്ല. അതുപോലൊരു മാല എനിക്കും കൂടി ലേജായെങ്കിൽ. അതുപോലത്തെ ഒരു മാല എന്തിനാ? ഇത് തന്നെ വെച്ചോ, ഞാൻ വേറെ എടുത്തോളാം. പോക്കറ്റ് വെച്ചോ. ആ, നീ കാശും തരണ്ട, നന്നായിട്ട് പിടിച്ചോ. ആ, ഒരു മിനിറ്റ് നിർത്തി. ഏതെടുത്താലും പത്രം, ഏതെടുത്താലും പത്രം. സിസ്റ്റർ, കസിൻ സിസ്റ്റേഴ്സ് ആർക്കും വേണമെങ്കിൽ ഏതെടുത്താലും. എനിക്ക് ഒന്ന് മതിയാ? ആ, ഏതെടുത്താൽ 20 രൂപ, ഏതെടുത്താൽ 20 രൂപ. നിന്നോട് നിൽക്കാനാ പറഞ്ഞു. ഞാൻ സ്വർണ്ണക്കടയിൽ നിന്ന് എടാ അവിടെ നിൽക്കണം. ഓടരുത്. ഡയറക്ടർ DHE DARE TTTYR. താൻ എന്തോ ഈ പറയുന്നേ? എന്നെ പഠിപ്പിക്കണ്ട. OPR അത് ഞാനല്ല സാർ, ഞാൻ അലിയാർ. അതെനിക്കറിയാം. എന്താ സാർ കാര്യം? അല്ല, 10 മണിക്ക് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തു. അദ്ദേഹം ആരാ മോൻ? ഇന്ത്യയെ തകർക്കാൻ വന്ന 2 തീവ്രവാദികളെ ഓടിച്ചിട്ട് പിടിച്ചോണ്ടിരിക്കാണിപ്പോ. ഇച്ചോക്കിനെ വെട്ടിച്ച് നീ മാറിപ്പോയി. തീവ്രവാദികളെ നിക്കടാ. എത്ര നേരമായി നമ്മൾ ഓട്ടം തുടങ്ങിയിട്ട്? അല്പം റെസ്റ്റ് എടുത്തിട്ട് ഓടിയാ പോരെ? ശരിയാ, എത്ര നേരം നമ്മൾ ഓട്ടം തുടങ്ങിയിട്ട്? അല്പം റെസ്റ്റ് ചെയ്തിട്ട് ഓടാല്ലേ?
അതിരിക്കട്ടെ, എവിടെ നിങ്ങളുടെ വീട്? ബോംബെയില്. ബോംബെയിലാ? ബോംബെയിൽ ഞാൻ കുറച്ചാളുണ്ടായിരുന്നു 1983-ല്. പിന്നെ ഞാൻ നാട്ടിലേക്ക് പോന്നു. യോ, സമയം ഒരുപാടായി. എന്നാ നമുക്ക് ഓടാം. ഓടാം. ആ! വിടാ, നിങ്ങളോടാ, നിൽക്കാനാ പറഞ്ഞത്. എടാ, തൂക്കിക്കൊണ്ടുവന്ന് മാറ്. സൈക്കിൾ തരാം. പിടിച്ചോ അവരെ, പിടിച്ചോ. ആ, എന്നിട്ട് ഇങ്ങനെ ഓടിക്കരുത്. ആ. ഒരു വണ്ടി ഒന്നുമില്ലേ? ആ, ഏയ്, ആ, വിട്ടോ വിട്ടോ. ഇവിടെ സുട്കേസായിട്ട് പോണില്ലേ? അവര് പോയ പോ. ഇയാളെന്താ മന്ന ബുദ്ധിയാണോ? പോകല്ലേ, പോ പോ പോ. ജോലിയിൽ പോണ പോലെ പോട്ടെ. ഇത് പോയില്ലേ? എടോ, ഓ. ഈ OPR ചോക്കിന് കീഴടങ്ങുന്നതാണ് നല്ലത്. നിൽക്കാൻ മിസ്സിംഗ്, പിന്നെ മിസ്സിംഗ്. ഓഹോ, കയറ് മാറ്റി പേടിപ്പിക്കുന്നോ? എടാ, ഈ ഡിറ്റക്റ്റീവിന് കയറൊരു പ്രശ്നമല്ലടാ. നീ കണ്ടോ എന്റെ അമ്മ തെങ്ങ് കെട്ടല്ലേ? അയ്യോ കെട്ടല്ലേ. എടാ എടാ, ശ്വാസം മുട്ടണ്. ആട്ടച്ചാക്കിന്റെ അസുഖം വലിയ കെട്ടല്ലേ. എടാ വിടാ. എടാ കെട്ടഴിച്ചിട്ട് പോടാ. അയ്യോ എടാ കെട്ടല്ലേ. നോക്കള്ളപ്പോഴാണോ കയറ്? അയ്യോ ഈശ്വരാ. ഷോ, പിന്നെ വിളിക്കാം. മണി 11 എനിക്ക് കോടതി പോണം. എന്താണ് സാർ കേസ്? അതൊരു തല്ല് കേസാ. സാറിന്റെ കേസല്ല, OPS സാറിനെ കണ്ട കാര്യം എന്താ? ഒരു പ്രമാദമായ കേസ് പുള്ളി ഏൽപ്പിക്കാനുണ്ട്. ആന്ത്രാക്സോ? അത് കൊടുത്തുകൂടെ, ഞാൻ വിളിച്ചോണ്ടിരിക്കാം. അയ്യോ, ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഓഫിയർ. ഹലോ മിസ്റ്റർ ബോബി വർഗീസ്. സ്റ്റാൻഡ് അപ്പ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് സീറ്റ് ആണോ? ഇരിക്കൂ, ഇരുന്ന് സംസാരിക്കാം. രാവിലെ എന്തായിരുന്നു? വെള്ളയപ്പം റോസ്റ്റും. അതല്ല, രാവിലെ വലിയ ബിസി. അതാ, അത് രണ്ട് പാകിസ്ഥാൻ ചാരന്മാരെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി പോയതാ. സർക്കാർ നേരിട്ട് പറഞ്ഞ കേസായതുകൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഇല്ല ഇല്ല എന്ന് പറഞ്ഞതാ, എന്നിട്ട് എന്റെ തലയെ കെട്ടിവെച്ച്. 6 കോടി രൂപയുടെ ആയുധടപാടിന്റെ കേസാണ്. ഇതിന്റെ പിറകിൽ മറ്റവരെ പ്ലേ ഉണ്ട്. ആരെ? അമേരിക്ക. പിന്നെ ഒരു കാര്യം, വളരെ സീക്രട്ട് ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ കുറെ കാര്യങ്ങളോട് പറഞ്ഞു തന്നേനെ. അല്ല, താമന്ന കാര്യം പറഞ്ഞില്ലല്ലോ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട്. ടെൽ മീ ട്രൂത്ത്. എനിക്കൊരു ആത്മാർത്ഥ സുഹൃത്തുണ്ട്, വൺ മിസ്റ്റർ രാജീവ് മേനോൻ. പുള്ളിക്കാരനും ഭാര്യയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവർക്കൊരു കുട്ടിയുണ്ട്. ഒടുവിൽ കുടുംബ കോടതി ഇടപെട്ട് കുട്ടിയെ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. ഇപ്പോൾ ആ കുട്ടിയെ കാണാനില്ല. ചൈൽഡ് മിസ്സിംഗ്. Yes. അപ്പോ ബേബീസ് ഡേ ഔട്ടിന്റെ കാസറ്റ് കാണേണ്ടിയിരിക്കുന്നു. ഈ കുട്ടി എവിടെ ഉണ്ടെങ്കിലും അത് കണ്ടുപിടിക്കേണ്ട ചുമതല തന്നെ ഏൽപ്പിക്കാനാണ് ഞാൻ വന്നത്. ഈ കേസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തുമ്പി കല്ലെടുക്കുന്നത് പോലെ നിസ്സാരമാണ്. ആട്ടെക്കുട്ടിയുടെ പേര് സച്ചിൻ. ആ കുട്ടി ഇപ്പൊ എവിടെയുണ്ട്? അത് കണ്ടുപിടിക്കാനല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ദാ, 50,000 രൂപ അഡ്വാൻസ്. ആ കുട്ടി ലോകത്ത് എവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഈ OPR കണ്ടുപിടിച്ചിരിക്കും. ധൈര്യമായിട്ട് പോക്കോ പോക്കോ. ആ പിന്നെ ഒരു പ്രധാന കാര്യം, എന്താ? ഞാനാണ് ഈ കേസ് അന്വേഷിക്കുന്നതെന്ന് ഒരു കാരണവശാലും ആ കുട്ടി അറിയാൻ പാടില്ല. പോക്കോ. അപ്പോ നീ പറഞ്ഞാലും നിന്റെ മോൾ അനുസരിക്കില്ലെന്നാണോ? ഞാൻ ആവുന്നതും പറഞ്ഞു നോക്കി അച്ഛ. മോളെ, ഇങ്ങനെ കുടുംബത്തിൽ അപമാനം ഉണ്ടാക്കുന്നതിലും നല്ലത് വല്ല ട്രെയിനിലും തലവെച്ച് ചാകുന്നതാ. അയ്യോ അച്ഛ. ഹലോ, എന്റെ ഓഫീസല്ലേ? ആ കുട്ടിയുടെ അമ്മയും അപ്പൂപ്പനും തീവണ്ടിക്ക് തലവെക്കും. ഉടൻ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ. പരിപാടിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് വെട്ടുകത്തി ഫൈനാൻസിയേഴ്സ് ആൻഡ് റോയൽ പാറ്റ ഗുളികാസ്. TV സീരിയലായിരുന്നു ഞാൻ. ദാക്ഷായണി, വാ. ഒയ്ക്കോ, ഞാൻ പിന്നെ വരാം. ഈ സ്റ്റെയർ കേസ് ഇവിടെ ഉണ്ടായിരുന്നു നന്നായി. ഇല്ലെങ്കിൽ കയറ് കെട്ടി ഇറങ്ങേണ്ടി വന്നേനെ.
ഇതായിരിക്കും ആ പയ്യന്റെ ബെഡ്റൂം, അതായത് കിടക്കമുറി. കൊച്ചു കള്ള എന്തിനാ ഇത്ര ധൃതി? അയ്യോ മുതലാളി ചുമക്കുന്നു, ഉണന്നെന്നാ തോന്നേ. ഇത് തന്നെ അവന്റെ മുറി. ബാലരമ. ഇൻസുറൻസ് ബോക്സാ. ഇത് തന്നെയാണ് സച്ചിന്റെ ഡ്രസ്. ഇത് തന്നെ. ഇതിരിക്കട്ടെ. അവന്റെ ഒരു വിരലടയാളം കൂടി കിട്ടിയിരുന്നെങ്കിൽ. ദാക്ഷായണി ഡീ നീ ഇതെവിടായിരുന്നു? ഞാൻ മുതലാളിയുടെ ചുമ കേട്ടിട്ട് ഇപ്പഴല്ലേ ചേട്ടന്റെ അടുത്തുനിന്ന് പോയത്. അതിന് ഞാൻ ഇപ്പോഴല്ലേ ഇവിടെ വന്നത്. ഓ നീ എന്തോ ഇങ്ങനെ അല്ലെങ്കിൽ ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെയാ. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വെളിവും ഉണ്ടാകത്തില്ല. ഓ അത് നിന്റെ ഒരു തോന്നലല്ലേടി എന്റെ പൊന്നു ദാക്ഷായണി. മോനോട് ഞങ്ങൾ ഇപ്പൊ വരാം. കണ്ണിലെന്താണോ? ആരാ? അത് തന്നെ എനിക്കും അറിയേണ്ടത്. നീ ആരാ? സച്ചിൻ. കയ്യിലെവിടെ? 2 1.5 അടിയും കൃത്യം. ഓന്റെ അച്ഛനും അമ്മയും അവർ രണ്ട് വഴിക്ക് പോയി. My God! എന്റെ ഈശ്വര, ഡോക്ടർ കൽപ്പിച്ചതും പേഷ്യന്റ് ഇച്ഛിച്ചതും മിൽക്ക് തന്നെ. മോനെ, മോൻ മാമന്റെ കൂടെ വാ. എന്തിനാ? മോനെ ഞാൻ കപ്പയും മീനും പപ്പയും മമ്മിയും കാണിച്ചു തരാം. പപ്പയും മമ്മിയും വരും. വരും. അവര് ഡൈവേഴ്സ് ആയി പോയില്ലേ? മോൻ മാമന്റെ കൂടെ വാ. വാ വാ. തനിക്ക് എന്താ കാര്യം? ദേ, ഈ അനാഥ കുട്ടിയുടെ കാര്യത്തിൽ താൻ ഇടപെടാൻ പാടില്ല. അനാഥ കുട്ടിയോ? ഇത് ഞങ്ങളുടെ കുട്ടിയാ. എന്താ തെളിവ്? ഒന്ന് മാറിയേ. വാമനെ 3.5 അടി 1 അടി തീർന്നത് ഭാഗ്യം. കിടക്കായിരുന്നില്ലേ മോളെ? നേരം ഒരുപാടായി. കിടന്നാലും എനിക്ക് ഉറക്കം വരില്ല അച്ഛാ. എന്റെ മോനെ എനിക്ക് നഷ്ടപ്പെട്ടിട്ട് എത്ര നാളായെന്ന് അച്ഛനറിയോ? ഞാനൊന്നും ചെയ്യുന്നില്ല എന്നാണോ നീ പറയുന്നത്? DGPയെ കൊണ്ട് സകല പോലീസ് സ്റ്റേഷനിലേക്ക് വയർലെസ് മെസ്സേജ് കൊടുപ്പിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യണ്ടേ? മകനെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ ദുഃഖം മനസ്സിലാക്കാൻ ഈ അച്ഛനാവും മോളെ. ഇതിന്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത് അവൻ തന്നെയാ, ആ രാജീവ്. നോക്കിക്കോ, അവൻ ഏത് പാതാളത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ശരി, ഒരു പോറല് പോലും ഏൽക്കാതെ നിന്റെ മോനെ ഈ അച്ഛൻ തിരിച്ചു കൊണ്ടുവരും. ഹലോ, അതെ പോലീസ് സ്റ്റേഷനാണ്. എന്ത് പശുകുത്തി എന്നാ? ഏതെങ്കിലും വനിതാ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറ. വല്ല കാളയോ പോത്തോ കുത്തുമ്പോ ഇങ്ങോട്ട് വിളിച്ചു പറ. വെക്കടാ സാർ, അവര് വന്നിട്ടുണ്ട്. നാശം. വണക്കം. ഏതായാലും സാറ് വിളിപ്പിച്ച സ്ഥിതിക്ക് വെറും കൈ